അങ്ങനെ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇവർ വന്നത്? അല്ല, അവർക്കിതൊക്കെ അറിയാം. 10 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ നിന്നിട്ടും ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് അടിസ്ഥാനമുള്ള ഒരൊറ്റ അഴിമതി ആരോപണം പോലും നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. സമീപകാലത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മുടെ രാജ്യത്ത്? 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെയും നിരന്തരം ആർക്കും ന്യായീകരിക്കാനാവാത്തതുപോലെ വേട്ടയാടി. അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു, വ്യാജ വാർത്തകൾ ചമച്ചു. പക്ഷേ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിൽ മാത്രമല്ല, ആ ക്യാബിനറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ. അന്ന് മന്ത്രിയായിരുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നു, സഖാവ് കടുങ്ങപ്പള്ളി ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ, ഈ കഴിഞ്ഞ 2 സർക്കാരുകളിൽ അംഗമായിരുന്ന മന്ത്രിമാരുടെ പേരിൽ ഒരൊറ്റ അഴിമതി ആരോപണമെങ്കിലും ഉന്നയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ 12 തവണ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. 12 കേസ് കൊടുത്തു, 13 തോറ്റു. അതല്ലേ നമ്മുടെ മുമ്പിലുള്ള അനുഭവം? അപ്പൊ ഇങ്ങനെയെല്ലാം സുതാര്യമായ രാഷ്ട്രീയ ഭരണ നേതൃത്വമായി നിന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾ അരിച്ചു പെറുക്കിയാലും സംശയാസ്പദമായ ഒരു തുണ്ടുകടലാസ് പോലും കിട്ടില്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാണ് ഈ പരിശോധന? അതാണ് രാഷ്ട്രീയ നാടകം. നിയമപരമായ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല. മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാനോ BJP പാളയത്തിലേക്കോ കൊണ്ടുവരാനുമാവില്ല. ഇതെല്ലാം അറിയാമായിരുന്നിട്ട് പിന്നെ എന്തിനാ പരിശോധന? ഒരു പകൽ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളുടെ സജീവ പിന്തുണയോടെ മലയാളികളുടെ മുൻപാകെ, ലോകത്തിന്റെ മുൻപാകെ ഒരു സംശയത്തിന്റെ പുകമറ ഉണ്ടാക്കുക. എന്തോ ഗൗരവതരമായ പരിശോധന നടക്കുന്നു, എന്തോ ഗൗരവതരമായ കേസുകൾ വരാനിരിക്കുന്നു, വലിയ എന്തൊക്കെയോ അന്യായമായ കാര്യങ്ങൾ, തട്ടിപ്പുകൾ നടന്നു. ഈ പ്രതീതി സൃഷ്ടിക്കുക, ഇത് ഈ കാലത്ത് അതിവേഗതയിൽ നവമാധ്യമങ്ങളിലൂടെയെല്ലാം പ്രചരണങ്ങളും കുപ്രചരണങ്ങളും മരകത കറക്കുന്ന ഒരു കാലത്ത്, ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ, ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോ ഒരു ഇത്തിരി ക്ഷീണിച്ചായിരിക്കും ഇടതുപക്ഷം ഇരിക്കുന്നത് എന്ന് കണക്കുകൂട്ടി ഈ സമയത്ത് പത്രമാധ്യമങ്ങളിലൂടെ, ടെലിവിഷൻ ചാനലുകളുടെ ലൈവ് സംപ്രേഷണങ്ങളിലൂടെ ഒരു പകൽ മുഴുവൻ ഇതാ പിണറായിയെ മുൻനിരയിൽ നിർത്തി വലിയ ഗൗരവമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങ് പേടിച്ചു പോകും, ഇടതുപക്ഷക്കാരൊക്കെ ക്ഷീണിച്ചു പോകുമെന്നാണ് കരുതിയത്. ഇഡിയെ കഴുത്തിൽ നല്ല തുടലിട്ട് അത്യാവശ്യത്തിനൊക്കെ തിന്നാൻ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭരണ നേതൃത്വവും അതിന് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ഇഡിയുടെ മുമ്പിൽ പേടിച്ച് മുട്ടുപറച്ച് രാഷ്ട്രീയ എതിരാളിയുടെ കേന്ദ്രങ്ങളിലേക്ക് അഭയത്തിനു വേണ്ടി കടന്നു എന്ന കോൺഗ്രസുകാരുമെല്ലാം ഈ പരിശോധന നടന്നപ്പോൾ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നാടകങ്ങളുടെ മുൻപിൽ പേടിച്ച് ക്ഷീണിച്ച് ഭയന്നു പോകുന്നവരല്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൊടിക്കീഴിൽ നിൽക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യർ, അവരെ നാടിന്റെ വിമോചനത്തിനു വേണ്ടി സ്വന്തമെന്ന വാക്കുമറന്ന സമരപഥങ്ങളിൽ അണിനിരന്നിട്ടുള്ളവരാണ്. നാളെ ഏതെങ്കിലും അധികാര കേന്ദ്രത്തിൽ എത്തുമെന്ന് കരുതിയിരിക്കുന്നവരല്ല. സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ നെറികെട്ട ആക്രമണങ്ങളെയും ജീവൻ നൽകി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മഹാജനസഞ്ചയം ഈ കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ ജനരോഷത്തിന്റെ മുന്നിൽ ഇഡിയുടെ നടത്തിപ്പുകാരൻ നാണം കെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ സൂചനയാണ് ഇന്നലെ ഈ കേരളത്തിൽ കണ്ടത്, അതിന്റെ സൂചന മാത്രമാണ്. ഇപ്പൊ ചില ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്, വേണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത മണിയായി പോയി എന്ന്. നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ചിലരെന്ന് വല്ലാതെ വിഷമിക്കുന്നു. മനോരമയുടെ
മനോരമയുടെ തലക്കെട്ട് ED ആക്രമിച്ചു എന്നാണ്. മനോരമയ്ക്ക് തെറ്റുപറ്റിയതാണ്. ED ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു അക്രമമേ അല്ല. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് കണ്ണൂരോ കോഴിക്കോട്ടോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 101% സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു.